Good afternoon. Good afternoon, ma'am. Okay, ഇന്നാരാ prayer? Prayer start ചെയ്തോളൂ കേട്ടോ. ആരാ prayer? ആരെങ്കിലും ചെയ്യൂ prayer. prayer വരാം. ഞാൻ പറഞ്ഞു വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേണമേ പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേണമേ അക്ഷരദീപം കൊളുത്തി അത്ഭുതം വിടർത്തി അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി വിശ്വം മാറ്റും വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ വിജ്ഞാനനിധി തേടുന്നു പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേണമേ പ്രസാദമരുളേണമേ. Thank you. Okay. Next, sign in. Sign in ആരാണ്? ഞാൻ പേര് പറയാം, അപ്പൊ നിങ്ങൾ പറയോ? പേര് പറയേണ്ടി വരും ഞാൻ. ആരെങ്കിലും ഒരാൾ പറയൂ. സുമയ്യ. സുമയ്യ. സുമയ്യ സുമി ജോയിൻ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല. അമീഷ. ആരെങ്കിലും തയ്യാറാണോ? സൈൻ ഇൻ.
പറയാനായിട്ട്? പറയാമോ? ഓക്കെ, ആരെങ്കിലും ഒരാൾ പറയും. Good afternoon, Miss. Good afternoon, my dear friends. You are all welcome to our new class section. I am so happy to see you are together here. I hope the class will be great and I hope you will enjoy the class. Have good day. Thank you, ma. ഓക്കെ, തോട്ട് ആരാ? മിസ് ഞാൻ പറയാം. ഓക്കെ, The future belongs to those who believes in the beauty of their dreams. റൂസ്വെൽറ്റ്. നമ്മൾ സ്വന്തമായി സ്വപ്നം കണ്ട് അതിൽ വിശ്വസിക്കുന്നവർക്കാണ് ഭാവിയുള്ളത്. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് അപ്പോ നമ്മുടെ സെമിനാർ ആയിരുന്നു. നവമി ഉണ്ട്, പിന്നെ ആരാ? ഒരാളെ കൂടി ചെയ്യണം. 2 പേരാണ് ചെയ്യേണ്ടത്. നവമി ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ആരാ? ആരാ പ്രിപ്പയർ ആയിരിക്കുന്നത്? ഞാൻ പ്രിപ്പയർഡ് ആണ്. ആ, നവമി ഉണ്ട്. ഒരാളെ കൂടി ചെയ്യണം. 6 പേർക്കായിരുന്നില്ല ഞാൻ അന്ന് ടോപ്പിക് തന്നിരുന്നത്? ഇല്ല, നവമി മാത്രമുള്ളോ? ഓക്കെ, നവമി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓക്കെ മാം, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? ആ, ചെയ്യണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുവാണേ. കാണുന്നില്ലേ മാം? ആ, കാണുന്ന. Japanese type of special class, hero or heroine making class. Introduction. Education in Japan is not limited to academics. It also emphasizes character building, discipline, creativity, and cultural identity. One of the most fascinating concepts in the idea of special classes designed to train individuals in unique roles such as heroes and heroines in drama, anime, and society. These classes focus not only on skill but also on values like courage, discipline, teamwork, and leadership. ജാപ്പനീസ് മാതൃകയിലെ പ്രത്യേക ക്ലാസ് ഒരു ക്ലാസ് ഹീറോയിൻ മേക്കിംഗ് ക്ലാസ് ഒരു മേക്കിംഗ് ക്ലാസ്. ഇൻട്രൊഡക്ഷൻ. ജപ്പാനിലെ വിദ്യാഭ്യാസം വെറും പാഠപുസ്തകങ്ങൾ മാത്രം ഒതുങ്ങുന്നതല്ല. അത് വ്യക്തിത്വ നിർമ്മാണം, അതുപോലെ ഡിസിപ്ലിൻ, ക്രിയേറ്റിവിറ്റി, പിന്നെ അതുപോലെ സാംസ്കാരിക നവമി സ്ക്രീൻ പോയടാ. സ്ക്രീൻ പോയി, കാണുന്നില്ല കേട്ടോ. പ്രസന്റ് ആവുന്നുണ്ടല്ലോ. സ്മാർട്ട് സ്ക്രീയുടെ സ്ക്രീനാ കാണുന്നത്. ആണോ? ഓക്കെ, കാണുന്നില്ല. എന്റെയില് പക്ഷെ ഇതിനകത്ത് എന്റെ സ്ക്രീനിൽ പക്ഷെ എനിക്ക് കാണാനുണ്ട് പ്രസന്റ് ആവുന്നത്. ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ പ്രസന്റ് ചെയ്യുന്നത്? ഇതാണോ? ഓക്കെ, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നവമി ഒന്നുകൂടി ഷെയർ ചെയ്യോ? ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? ആ, ഓക്കെ. കാണുന്നില്ല ഇപ്പൊ എല്ലാവർക്കും? കാണാം. വീണ്ടും പോയി. അപ്പൊ അതെന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മതി, കുഴപ്പമുണ്ടോ? പറഞ്ഞോളൂ, കുഴപ്പമില്ല. ജപ്പാനിലെ വിദ്യാഭ്യാസം വെറും പാഠപുസ്തകങ്ങൾ മാത്രം ഒതുങ്ങുന്നതല്ല. അത് വ്യക്തിത്വ നിർമ്മാണം, അതുപോലെ ഡിസിപ്ലിൻ, ക്രിയേറ്റിവിറ്റി,
സാംസ്കാരിക ഐഡന്റിറ്റി എന്നിവയ്ക്കും പ്രാധാന്യം നൽകുന്നു. അതിലേറ്റവും കൗതുകകരമായ ഒരു ആശയം എന്ന് പറയുന്നത് പ്രത്യേക ക്ലാസുകൾ എന്നതാണ്. പ്രത്യേകിച്ച് ഹീറോ ഓർ ഹീറോയിൻ പരിശീലനം നൽകുന്നവ. ഈ ക്ലാസ്സുകൾ വിദ്യാർത്ഥികളുടെ കറേജ്, അതുപോലെ തന്നെ ടീം വർക്ക് അതിനെയൊക്കെ വളർത്തുക എന്നതാണ് ലക്ഷ്യം. Concept of hero or heroine making class. In Japanese culture, heroes and heroines play a central role in manga and in theater and literature. Special classes are designed to train students to take up these roles both on stage and in society. The aim is to develop confidence, imagination, and moral values, along with technical skills like acting, voice training, and storytelling. ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് ഹീറോ ഓർ ഹീറോയിൻ മേക്കിംഗ് ക്ലാസിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് ജാപ്പനീസ് സംസ്കാരത്തില് ഹീറോസും ഹീറോയിൻസും മാങ്ക, ആനിമെ, നാടകം, സാഹിത്യം എന്നിവയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രത്യേക ക്ലാസ്സുകൾ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള വേഷങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നു. അവരിലെ ആത്മവിശ്വാസം, ക്രിയേറ്റിവിറ്റി ഓർ ഇമാജിനേഷൻ, അതുപോലെ വാല്യൂസ്, പിന്നെ സ്റ്റോറി ടെല്ലിംഗ്, പിന്നെ വോയിസ് ട്രെയിനിങ്, ആക്ടിങ്, ഇതിലൊക്കെ പ്രധാനമായിട്ടും പരിശീലനം നൽകുന്നു. എക്സാമ്പിൾസ് ഇൻ ജപ്പാൻ: Takarazuka Music School, manga and anime character classes, martial arts and samurai or ninja training classes, or classroom for heroes or cultural references. ജപ്പാനിലുള്ള ഇതുപോലെയുള്ള സ്പെഷ്യൽ സ്കൂളുകളിലെ ചില എക്സാമ്പിൾസ് ആണ് ടാക്കറാസുക മ്യൂസിക് സ്കൂൾ. ടാക്കറാസുക റിവ്യൂ നാടക സംഘത്തിനായി ഇതുപോലെയുള്ള ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ആക്ട്രസിനെ ഒക്കെ പരിശീലിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഹീറോ ഓർ ഹീറോയിൻ വേഷങ്ങള് രണ്ടുപേരും, അതിപ്പോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ഹീറോ ഓർ ഹീറോയിൻ വേഷങ്ങള് ചെയ്യണം. അതുപോലെ മ്യൂസിക്കും ഡാൻസും ആക്ടിങ്ങും ഒക്കെ ചേർന്ന ഒരു വളരെ കർശനമായിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ സ്കൂളിലുള്ളത്. അതുപോലെ രണ്ടാമതൊരു പറഞ്ഞ എക്സാമ്പിൾ ആണ് മാങ്ക ഓർ ആനിമെ കഥാപാത്ര ക്ലാസുകൾ. ഹീറോ കഥാപാത്രങ്ങൾ ഡിസൈൻ ചെയ്യാനും കഥകൾ എഴുതാനുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ കലയും ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനേഷനെ ഒക്കെ വളർത്തുന്ന കുറച്ച് ട്രെയിനിങ്സ് ഒക്കെയാണ് ഈ സ്കൂളിൽ കൊടുക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ഒരു സ്കൂളാണ് മാർഷ്യൽ ആർട്സ് ഓർ സാമുറായി നിഞ്ച ട്രെയിനിങ്. ശാരീരിക ക്ഷമത, അതുപോലെ മാനസിക ശക്തി, ഡിസിപ്ലിൻ എന്നിവയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളാണിത്. ചരിത്രത്തിലെ ഹീറോകളുടെ ആത്മാവിനെ പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഈ ഒരു സ്കൂളിനെ കുറിച്ച് പറയണത്. പിന്നെ നാലാമത് പറയുന്ന ഒരു എക്സാമ്പിൾ ക്ലാസ് റൂം ഫോർ ഹീറോസ് ഓർ ഹീറോയിൻസ്. വിദ്യാർത്ഥികളെ ഹീറോസ് ആക്കാൻ പരിശീലിപ്പിക്കുന്നതിനായി നടത്തുന്ന ഒരു പ്രശസ്തമായ ഒരു സ്കൂളാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. പിന്നെ അതുപോലെ ഹീറോ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഫാന്റസി ഒക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്കൂളാണ് ഈ ലാസ്റ്റ് പറഞ്ഞത് ക്ലാസ് റൂം ഫോർ ഹീറോസ്. Educational significance of Japanese style schools: encourages creative thinking and innovation, instills discipline, respect, and teamwork, provides self-expression through role play and performance, bridges traditional values, or samurai spirit, loyalty, honor with modern imagination or anime stage art. ജപ്പാനിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വളർത്തുന്നു കുട്ടികളില്. അതുപോലെ അവരുടെ ശിക്ഷണം, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് മാന്യമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ ടീം വർക്കുകള്, അതൊക്കെ ഉറപ്പാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ജപ്പാനിലുള്ളത്. പിന്നെ സ്വയം കുട്ടികൾക്ക് അവരെ തന്നെ ആത്മവിശ്വാസം വളർത്താനും
അതുപോലെ കുറെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനൊക്കെയുള്ള ഒരു പരിശീലനം കൊടുക്കുന്നു. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങൾ, അതായത് ജപ്പാനിലുള്ള ഒരു സാമുറായി എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷണൽ വാല്യൂസും കാര്യങ്ങളൊക്കെ അതായത് ആധുനികമായ രീതിയിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ അതുമായി എങ്ങനെ ബന്ധപ്പെടുത്താം എന്നൊക്കെയാണ് ജാപ്പനീസ് വിദ്യാഭ്യാസത്തിൽ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ വരുന്നത് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ആണ്. The Japanese model of special classes has inspired other countries to start anime or manga schools, cosplay workshops, and acting seminars. Shows how education can go beyond classrooms to build heroes and heroines for both culture and society. ഈ ഒരു ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് സ്കൂൾസിന്റെ എന്താ പറയുക ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ജാപ്പനീസ് മാതൃകയെ പിന്തുടർന്ന് പല രാജ്യങ്ങളും ഇതുപോലെയുള്ള ആനിമെ ഓർ മാങ്ക സ്കൂളുകളും കോസ്പ്ലേ വർക്ക്ഷോപ്പുകളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ക്ലാസ് മുറികളിൽ ഒതുങ്ങുന്നതല്ലെന്ന് ഈ ഒരു രീതി നമ്മളെ മനസ്സിലാക്കി തരുന്നു. അത് സംസ്കാരത്തിനും സമൂഹത്തിനും ഹീറോകളെയും ഹീറോയിൻസിനെയും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് കൂടെ സഹായിക്കുന്നതാണ്. Conclusion: special classes like the hero or heroine making class demonstrate how education can balance art, culture, and personal growth. These programs highlight the importance of identity, creativity, and discipline in preparing individuals not just for careers but also for inspiring roles in society. Such models can be adapted worldwide to encourage students to dream big, act with courage, and find the hero or heroine within themselves. അതായത് കൺക്ലൂഷനിൽ പറയുന്നത് ജാപ്പനീസ് പ്രത്യേക ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ഹീറോ ഓർ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്സസ് വിദ്യാഭ്യാസം, കല, സംസ്കാരം, വ്യക്തിത്വ വികസനം എന്നിവയുമായി ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു മാതൃകയാണ്. ഐഡന്റിറ്റി, ക്രിയേറ്റിവിറ്റി, ഡിസിപ്ലിൻ എന്നിവയെ വളർത്തി വ്യക്തികളെ വെറും തൊഴിൽ നേടാൻ മാത്രമല്ല സമൂഹത്തിന് പ്രചോദനമായ ഹീറോകളായി വളർത്തുകയാണ് ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് സ്കൂൾസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ മാതൃക ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് സ്വപ്നം കാണാനും ധൈര്യത്തോടെ പ്രവർത്തിക്കാനും അതുപോലെ അവരുടെ ഉള്ളിലുള്ള ഹീറോയിനെയോ അല്ലെങ്കിൽ ഹീറോയിനെയോ കണ്ടെത്താനും പ്രചോദനം നൽകുന്നതാണ്. താങ്ക് യു. PDF ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈഡുകൾ ജസ്റ്റ് ഒന്ന് ഇവരുടെ ഗ്രൂപ്പിലോട്ട് അയച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് സെമിനാർ എടുക്കുന്നത്? ഓക്കെ, വേറെ ആരുമില്ല? ആരും ജോയിൻ ആയിട്ടില്ല? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സില് ഈ ആരൊക്കെയാണ് എടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തയ്യാറാവട്ടോ. നെക്സ്റ്റ് ക്ലാസ് അടുത്ത ആഴ്ച ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ള ക്ലാസ്സിൽ സെമിനാർ എടുക്കാം, കംപ്ലീറ്റ് ആക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ആരൊക്കെയാണ് എടുക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അങ്കിത ഉണ്ടോ? അങ്കിത ജോയിൻ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ഗ്രൂപ്പിലോട്ട് ഇടാം. ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ മതി. ടോപ്പിക് കിട്ടിയിട്ടില്ല. പേരെന്തായിരുന്നു? അഭിരാമി. ഓക്കെ, അഭിരാമി. ഓക്കെ മിസ് പറയാട്ടോ. ദിവ്യ. ഇനി വേറെ ആർക്കാ കിട്ടാത്തെ? അഭിരാമി, ദിവ്യുണ്ട്, സോറി വിദ്യ. പിന്നെ ആർക്കാണ്? സ്മേര ചെയ്തായിരുന്നോ സെമിനാർ? വേറെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടോ? ഗൗതമി ചെയ്തായിരുന്നോ? ഗൗതമി ബാലൻ സെമിനാർ പ്രസിഡന്റ് ചെയ്തായിരുന്നോ?
സുമയ്യ ചെയ്തായിരുന്നോ സെമിനാർ? ആ ചെയ്തായിരുന്നു മിസ്. രണ്ടുപേർക്കാണല്ലേ സെമിനാർ ടോപ്പിക് കിട്ടാത്തത്? ഓക്കെ, ഇത് നോക്കാം. നെക്സ്റ്റ് ഒരു പോർഷനും കൂടി ഒരു ചാപ്റ്റർ എടുക്കാനുണ്ട്, അപ്പൊ അത് നമ്മൾ സെമിനാർ തരാം കേട്ടോ. ഓക്കെ, മിസ് പറയാം. ഇനി വേറെ ആരെങ്കിലും പ്രിപ്പയർ ആയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാനൊരു ടോപ്പിക് തരാം, അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ടോപ്പിക് ഇതാണ്, അബൌട്ട് യുവർ ഡ്രീം. അബൌട്ട് യുവർ ഡ്രീം. ഒരു 5 മിനിറ്റ് സമയം തരാം, അത് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. ഓക്കെ ആണോ? ടോപ്പിക് ഓക്കെ ആണോ? ക്ലിയർ ആയോ ടോപ്പിക് എന്താണെന്ന്? ഓക്കെ ആണോ? ഓക്കെ, 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ, തയ്യാറായവർ ആരെങ്കിലും ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay. My dream. Everyone has a dream in life, and my dream is to become a good teacher.
allow teaching and helping children learn new things. A teacher is a guide who shapes the future of students, and I want to be that guide. I will study well, work hard, and develop good qualities to become a great teacher. I believe that one day my dream will come true. Thank you. Okay. രശ്മി. മിസ് ഞാൻ പറയാം, ഞാൻ മലയാളത്തിൽ പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാരും എപ്പോഴും ഞാൻ കയറി പറയുമ്പോ ഇനി ബാക്കി ആർക്ക് അവസരം കിട്ടുന്നെങ്കിലോ എന്ന് വെച്ചിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. എന്റെ ഡ്രീം എന്ന് പറഞ്ഞാല് ഒരുപാട് ഡ്രീം ഉണ്ടായിരുന്നു. ഒരു 10th വരെയൊക്കെ എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞ് +1 കയറിയപ്പോഴത്തേക്ക് മാത്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സബ്ജക്ട് ആയതുകൊണ്ട് ഞാൻ ബിടെക് എഞ്ചിനീയറിംഗിലേക്ക് പോകാന്ന് വിചാരിച്ചു. ബിടെക് എടുത്തു. ബിടെക് കഴിഞ്ഞ് എംടെക്കിന് ജോയിൻ ചെയ്തപ്പോൾ ആണ് ടീച്ചിങ് എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നത്. അങ്ങനെ ഞാൻ എംടെക് കഴിഞ്ഞിട്ട് കോളേജിൽ IHRD കോളേജിലായിരുന്നു. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം ശരിക്കും നമ്മുടെ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിച്ചു എന്നുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വപ്നം നമ്മൾ അത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു, അപ്പൊ ജോലിയായി. അങ്ങനെ പോയപ്പോഴാണ് എന്റെ മോന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഡെവലപ്മെന്റൽ ഡിലേ വന്നത്. അപ്പോ ആ ഒരു സമയത്ത് ശരിക്കും സ്വപ്നത്തിന്റെ പുറകെ പോണോ അതോ ജീവിതത്തിന്റെ പുറകെ പോണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു മോനേ ഉള്ളൂ. അപ്പൊ അവിടെ സ്വപ്നം വേണ്ട എന്ന് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും അവന് വേണ്ടി എനിക്കത് കളയേണ്ടി വന്നതിന് ശേഷം 3 വയസ്സ് ആവാറായപ്പോഴാണ് അവനിങ്ങനെ ഒരു ഡെവലപ്മെന്റൽ ഡിലേ, വെച്ചാൽ 6 മാസത്തെ ഡിലേ ആണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അത് പക്ഷെ നമ്മൾ അന്ന് പ്രോപ്പർ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡിലേ കൂടി വരുമായിരുന്നു. നമ്മളിപ്പോ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ആ ഡിലേ കൂടി വരുമായിരുന്നു. അപ്പോ ഈ 6 മാസം ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് മോന്റെ കൂടെ തെറാപ്പി സെന്ററുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ തെറാപ്പി സെന്ററുകൾ കയറി ഇറങ്ങി സ്പീച്ച് തെറാപ്പി, പിന്നെ ഈ ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ബിഹേവിയറൽ തെറാപ്പി ഒക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ തെറാപ്പി സെന്റർ കയറി ഇറങ്ങി മോനെ 3 വർഷം ഞാൻ അവന്റെ കൂടെ നടന്നു. ഇപ്പൊ ഒരു മിനിറ്റ്, ഞാൻ 3 വർഷം അവന്റെ കൂടെ നടന്നു. എന്റെ കരിയർ വിട്ട് എല്ലാം ഫുള്ള് വീട്ടിലായി. അപ്പൊ ഒക്കെ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. ഇത്രയും പഠിച്ചു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും എന്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാരും പറയും, നീ ഇങ്ങനെ നടക്കുന്നതിനൊരു പ്രയോജനം ഉണ്ടാവും, നിന്റെ മോന് റെഡി ആവണം എന്നുണ്ടെങ്കിൽ നീ കൂടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ 3 വർഷം അവന്റെ കൂടെ നടന്ന് അവനിപ്പോ ഒരു 75% 80% അവൻ റെഡിയായി. അവൻ സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പൊ അവൻ ആകപ്പാടെ ഒരു സപ്പോർട്ട് വേണോന്ന് വെച്ചാല് പഠിക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ സപ്പോർട്ട്. കാരണം ഞാനിങ്ങനെ അവൻ സംസാരിക്കാത്തത് കൊണ്ട് അവന്റെ അക്കാഡമിക്സിലൊന്നും വലുതായിട്ട് സംസാരിക്കുമായിരുന്നു, സെന്റൻസ് സംസാരിക്കത്തില്ല, വാക്കുകൾ മാത്രം. അപ്പൊ ഞാൻ അവന്റെ അക്കാഡമിക് കാര്യങ്ങളിലൊന്നും അങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ കുഞ്ഞ്, പിന്നെ എന്തിനാ പഠിപ്പിക്കുന്നതെന്നൊരു തോന്നലായിരുന്നു. അങ്ങനെ ഇപ്പം പക്ഷെ അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോ അവന് ആദ്യം തൊട്ട് ഞാൻ പഠിപ്പിക്കുന്നത്, അപ്പൊ കുറച്ച് ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇടണം അവന് വേണ്ടി. എന്നാലും കുഴപ്പമില്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി. കൂടുള്ള പിള്ളേരുടെ അത്രയും സ്പീഡിൽ അവൻ ഓടാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും അവന്റെ സ്പീഡിൽ അവൻ ഓടിപ്പോകുന്നുണ്ട്. അപ്പൊ അവൻ ഒരുവിധം ഓക്കെ ആയപ്പോഴാണ് വീണ്ടും എനിക്ക് എന്റെ മനസ്സിൽ അയ്യോ വയസ്സിങ്ങനെ പോവാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും, നമ്മുടെ സ്വപ്നങ്ങള് ഇതാവുന്നില്ലല്ലോ എന്നുള്ളൊരു ആഗ്രഹം വന്ന്. അപ്പോഴാണ് വീണ്ടും ഈ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് എന്നുള്ള ഒരു ഇത് വന്നതും. ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഈ ക്ലാസ്സിലുണ്ട്, പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് ചേരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ഇതിനകത്ത് ചേർന്നത്. അപ്പൊ ഇതിനകത്ത് ചേർന്നതിൽ എനിക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മോനെ പഠിപ്പിക്കാം. അതുകൊണ്ട് അവനെ ഈ ടെക്നിക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോ പഠിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ മിസ് ഒരു മിനിറ്റ്, സോറി മിസ്, ഇടയ്ക്ക് ഒരു ആള് വന്നു. അപ്പൊ അവനെ പഠിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോ അവൻ സ്കൂളിൽ പോവാണല്ലോ, അപ്പൊ എനിക്ക് ഇനി ആ ടീച്ചിങ്, കാരണം എന്റെ പഴയ പ്രൊഫഷനിലോട്ട് ഇനി എനിക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല. കാരണം ഇത്രയും കരിയർ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ തിരിച്ചിനി ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ ചെന്നാലും അവർ ചോദിക്കും എന്തുകൊണ്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ നമ്മളിങ്ങനെ കുഞ്ഞിനെ നോക്കാൻ നിന്നും പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് ടീച്ചിങ് എന്നുള്ള എൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് പോവാം. അതിലുപരി തന്നെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു രീതി പഠിച്ചു കഴിഞ്ഞ് ഞാൻ അവനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവന് ഒരുപാട് പെട്ടെന്ന് ഐഡിയാസ് ക്യാച്ച് ചെയ്യാൻ ഈ മോണ്ടിസോറി ടെക്നിക്ക് വഴി പഠിപ്പിക്കുമ്പം
അവന് മനസ്സിലാവുന്നുണ്ട്, അവന് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പം ഞാനും അവനും ഞങ്ങളുടെ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ്. ഒരുമിച്ച് അവന്റെ കൂടെ ഞാനും എൻ്റെ സ്വപ്നത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന. പിന്നെ നമ്മളെല്ലാരും പറയും സമയമില്ല, നമുക്കൊന്നും ചെയ്യാൻ സമയമില്ല. പക്ഷെ സമയം ഒരിക്കലും നമ്മളാരെയും തേടി വരത്തില്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയം ഉണ്ടാവും, എല്ലാത്തിനും സമയം ഉണ്ടാവും. ഈ ഒരു 3 വർഷം ഞാനിങ്ങനെ അവന്റെ കുറെ നടന്നപ്പം കുറെ കഴിയുമ്പോൾ നമുക്കങ്ങ് മടുക്കും. നമ്മൾ വിചാരിക്കും എന്തിനാ നമ്മളിങ്ങനെ ജീവിക്കുന്നത്, നമ്മൾക്ക് ഒന്ന് എപ്പോഴും ഇങ്ങനെ ഒരേ പ്രോസസ്സ്, രാവിലെ എണീക്കുന്നു, കുഞ്ഞിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നാളെ അവൻ വലുതായി കുറെ കഴിയുമ്പോൾ അവൻ ചോദിക്കും അമ്മ എന്തിനാ ഇങ്ങനെ എനിക്ക് വേണ്ടി ഇതായി, അമ്മയ്ക്ക് എന്താ അമ്മയുടെ സ്വപ്നങ്ങൾ പൊക്കൂടായിരുന്നു എന്ന് അവൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മറുപടി ഇല്ല. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് വേണ്ടിയും കൂടെ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടും കൂടെ ഈ കോഴ്സിന് ചേർന്നത്. അത് 2 കാരണം, ഒന്ന് അവന് വേണ്ടി, പിന്നെ എനിക്ക് എൻ്റെ സ്വപ്നത്തിലേക്ക് പോകാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സിന് ചേർന്നത്. ഈശ്വരൻ അത് നടത്തി തരുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആരാ? ഷഫീന. ഷഫീന. വിദ്യ. സുമയ്യ. Yeah, yes, ma'am. My dream is to have a good life and raise my children well. I want to teach them well. Now I want to study well and become a Montessori teacher. കഴിഞ്ഞോ? Miss. നെക്സ്റ്റ് അഭിരാമി. യെസ് മിസ്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം. എന്ന് വെച്ചാല് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 15 ദിവസം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളില് ഒരു പല പല ഇതുള്ള കുട്ടികളെയാണ് അവിടെ കൊണ്ടുവന്ന് ആക്കണം. അപ്പൊ നമ്മള് ചിലവര് ഓടി പോവും, പിന്നെ ഒരു സാധാ നോർമൽ അല്ലാത്ത കുട്ടികളും ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അപ്പൊ അവരെയൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പേഷ്യന്റ് ആയിട്ട് തന്നെ നല്ല ക്ഷമ വേണം. അല്ലാതെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് നമ്മള് ഈ മോണ്ടിസോറി മെത്തേഡ് പഠിച്ച് ഓടിച്ചെന്ന് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് അവരുടെ ഓരോ ആക്ഷനും നമ്മള് ക്ഷമയോടെ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ടൈപ്പ് കുട്ടികൾ തന്നെയാണ് അവിടെ വന്നിരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ രശ്മി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കരിയർ ഒത്തിരി വൈകി പോയി തെരഞ്ഞെടുക്കാനായിട്ട്. കുട്ടികളൊക്കെ മക്കളെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ വിളിച്ചിനി നമ്മുടെ ഭാവിയും ഒരു സുരക്ഷിതമാക്കണമല്ലോ. ഇപ്പൊ സുരക്ഷിതമല്ലെന്നല്ല, എന്നാലും കുറെ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരും കുറെ കഴിയുമ്പോ. ഇപ്പൊ തന്നെ കുട്ടികൾ ചോദിച്ചു തുടങ്ങി മുമ്പ് പോവായിരുന്നില്ലേ, പഠിക്കായിരുന്നില്ലേ എന്ന്. നമ്മളിങ്ങനെ ഒരു ഇതുവരെ കണ്ടില്ല സത്യത്തില്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇനിയിപ്പൊ ഇത് തന്നെ നല്ല രീതിയിൽ പഠിച്ച് സമയം കണ്ടെത്തി പോവാനാണ് ആഗ്രഹം. എന്തായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തപ്പോ? ഇന്റേൺഷിപ്പ് ചെയ്തപ്പോ ഈ എക്സ്ട്രാ ഇതെന്താ പറയാ, സാധാ നോർമൽ അല്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവര് ഇപ്പൊ അവിടെയുള്ള ടീച്ചേഴ്സ് പറയണ കൂടുതലും മൊബൈലില് കുട്ടികളെ പ്രേരിപ്പിച്ചിട്ടാണ് അങ്ങനെ വന്ന് മൊബൈലിലത്തെ ആക്ഷനും അതിൽ പറയുന്ന വാക്കുകളും അതിലത്തെ സ്ലാങ് ഒക്കെയാണ് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലും നമ്മുടെ അടുത്ത് സംസാരിക്കില്ല, ക്ലാസ്സിൽ വന്നിരിക്കും, സാധാ കുട്ടികളുടെ പോലെ ഭക്ഷണമൊന്നും കഴിക്കില്ല, കുറെ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് അവിടെ ഇരിക്കും, അതിന് തോന്നുമ്പോ അത് കഴിക്കും,
അപ്പൊ ടീച്ചർ അതൊന്നും ഹെഡ് മാഷ് പറഞ്ഞയച്ചില്ല, കുറച്ചു നാള് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നിർത്തി. പിന്നീട് ഇപ്പൊ ഞാൻ പോരണ സമയത്ത് അവര് പറഞ്ഞു പേരൻസിന്റെ അടുത്ത് ഇങ്ങനെ, പേരൻസ് പറഞ്ഞ സമ്മതിക്കില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയും. അപ്പൊ പിന്നെ ടീച്ചർമാർക്ക് അത്ര പ്രസ് ചെയ്ത് പറയാനും പറ്റില്ല, ഹെഡല്ലേ തീരുമാനം എടുക്കണ്ട. അപ്പൊ അത് കാരണം അങ്ങനെ ക്ഷമിച്ച് അങ്ങനെ ഇരുന്നേച്ച് ഞാൻ പോന്നവരെ ഞാൻ വയലന്റ് ആയി ഓടും. അപ്പൊ മറ്റുള്ളവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം ഞാനിങ്ങനെ പിടിച്ചിരുന്ന് തടവി, അതിനെന്തോ ഒരു സ്നേഹം കിട്ടാണ്ടാണോ എന്തോ ഒരു വിഷമത കുട്ടിക്ക് ഉള്ളിലുണ്ട് ശരിക്കും പറഞ്ഞ. അപ്പൊ അവര് ഇവിടെ നിന്നുള്ളൊരു ഇത് ചിലപ്പോ ഇവിടെ വന്നിരുന്നിട്ട് ശരിയാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ വിടണേന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എക്സ്ട്രാ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി. ടീച്ചർ പറഞ്ഞത് പതുക്കെ ശരിയാവുള്ളൂ. നമ്മുടെ ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ മറ്റുള്ളവർക്ക് കൂടുതലും ഡിസ്റ്റർബൻസ് ആണ് അങ്ങനെ വരുമ്പോ. അങ്ങനത്തെ ഒരു കുട്ടി. കണ്ടിരുന്നോ അച്ഛനമ്മേനെയൊക്കെ? അച്ഛനമ്മേനെ കണ്ടിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവര് ചെറിയൊരു കുട്ടിയും കൂടി ഉണ്ട് താഴെയുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ മറ്റുള്ള കുട്ടികളുടെ ബാഗുകൾ താഴ്ത്തിടുക, വെള്ളം കുപ്പി താഴ്ത്തിടുക, ഇതൊക്കെയാണ് പണി കൂടുതലും. അങ്ങനെ വിദ്യ. മിസ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ അഭിരാമി പറഞ്ഞില്ലേ ഒരു കാര്യം. ഇപ്പൊ ഞാന് ഈ മോനെയും കൊണ്ട് ഇങ്ങനെ അവനിങ്ങനെ ഒരു 6 മാസത്തെ ഡിലേ കണ്ടപ്പോ മുതല് ഞാനിങ്ങനെ അവനെ കൊണ്ട് തെറാപ്പിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ കറക്റ്റ് സമയത്ത് നമ്മൾ അതിന് കൃത്യമായിട്ട് സ്പീച്ച് തെറാപ്പിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വയസ്സിന് മുമ്പ് നമുക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ചില പേരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊച്ചിന് ഇങ്ങനെ ഒരു സ്പീച്ച് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 90% ആൾക്കാർക്കും നാണക്കേടാ പറയാൻ, ഈ കൊച്ചിന് ഇങ്ങനത്തെ കുഴപ്പമോ അല്ലെങ്കിൽ. പക്ഷെ ഇതിപ്പോ ഭയങ്കര കോമണാ. കാരണം ഇതിപ്പോ ഇങ്ങനെ എന്റെ മോൻ ഇങ്ങനെ ഡെവലപ്മെന്റൽ ഡിലേ വന്നപ്പം എനിക്കറിയത്തില്ല, കാരണം എന്റെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ ഒരു ഹിസ്റ്ററി പോലും ഇല്ല. അപ്പൊ ഇങ്ങനെ ഡോക്ടർ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ അന്ന് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് സ്പീച്ച് തെറാപ്പി സെന്റർ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മളിങ്ങനെ സെന്റർ കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ അയ്യോ നാട്ടുകാർ അറിഞ്ഞ പ്രശ്നമോ അല്ലെങ്കിൽ വീട്ടുകാർ അറിഞ്ഞ പ്രശ്നമോ അങ്ങനെ കൊണ്ടുപോകാതെ നാണക്കേട് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാത്ത ഒരുപാട് പേരൻസ് ഉണ്ട്. പിന്നെ ആരെങ്കിലും തള്ളി പറഞ്ഞു വിട്ട് സ്പീച്ച് തെറാപ്പിക്ക് വന്നാലും വീട്ടിൽ വന്നാൽ ശ്രദ്ധിക്കത്തില്ല, അവരവരുടെ വഴി, പേരൻസിന്റെ വഴി, അങ്ങനെ പോകുന്ന പിള്ളേരും ഉണ്ട്. അങ്ങനത്തെ കുഞ്ഞുങ്ങളായി സ്കൂളിൽ വരുമ്പോൾ ഇങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി കാണി. എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ എനിക്കറിയാം ഇതുപോലെ. നമ്മൾ അവിടെ തെറാപ്പി സെന്ററിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി എന്തെങ്കിലും മരുന്ന്, ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ശരിക്കും ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകളാണ്. ഇപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവരുടെ ബ്രെയിനെ അതിങ്ങനെ സപ്രസ് ചെയ്യുന്ന മരുന്നുകളാണ്. അത് കൊടുത്ത് കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും അടക്കിയിരുത്തുക, അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ചെയ്യുന്നത്. കുറച്ച് സമയം നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോ എന്റെ മോന്റെ കേസിൽ തന്നെ ആ സ്പീച്ച് ഡിലേ അത്രയും ഞാൻ കൂടെ നിന്ന് അവനോട് സംസാരിച്ചാണ് അവനിപ്പോ വർത്താനം പറയാൻ തുടങ്ങിയത്. അപ്പോൾ പേരൻസ് അതിനകത്തൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 80-90% വരെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ അഭിരാമി പറഞ്ഞതുപോലെ ടീച്ചർമാർ, നല്ലൊരു ടീച്ചറിനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. കാരണം എന്റെ മോനിങ്ങനെ പോകുന്ന സമയത്ത് അവൻ വാക്കുകളെ പറയത്തുള്ളൂ. 4 വയസ്സ് കഴിഞ്ഞപ്പോഴും അവൻ മൂത്രം ഒഴിക്കാൻ പോണം എന്ന് ഒരു വാക്കായിട്ട് പറയാൻ അവൻ അറിയത്തില്ല. ഇപ്പം സമയത്ത് അവൻ പറയാത്തോണ്ട് ഞാൻ എന്ത് ചെയ്യും, സമയത്ത് ഞാൻ കൊണ്ടുപോയി ഒഴിപ്പിക്കും, അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ പാമ്പർ ഇട്ടുകൊണ്ടായിരുന്നു പോകുന്നത്. കാരണം ഇവൻ പറയുന്നില്ലല്ലോ, നമ്മൾ അങ്ങനെ അറിയുന്നത്. ബസ്സിലൊക്കെ പോകുമ്പോൾ അവൻ പറയത്തില്ലല്ലോ. പക്ഷെ ഞാൻ അവനെ അവിടെ ഒരു സ്കൂളിൽ കൊണ്ടാക്കി, അവിടുത്തെ ടീച്ചറാണ് അവന് സത്യം പറഞ്ഞ ദൈവം പോലെയാണ് എനിക്ക് ആ ടീച്ചർ. ആ കൊച്ചാണ് അവന് എല്ലാ കാര്യങ്ങളും. ആ ടീച്ചറാണ്. അത് മോണ്ടിസോറി പഠിച്ചതാണ്. അത് മോണ്ടിസോറി അല്ല പഠിച്ചതെന്ന് തോന്നുന്നു, TTC പഠിച്ചതാന്ന് തോന്നുന്നു. പക്ഷെ ആ കൊച്ചാണ് എന്റെ മോന് എല്ലാ കാര്യങ്ങളും, എല്ലാ കുഞ്ഞുങ്ങളും കൂടി ഇരുത്തി ഓരോ കാര്യങ്ങളും, ഇങ്ങനെ ഇത്ര സമയം ഇന്റർവെൽ ആകുമ്പോൾ ബാത്റൂമിൽ പോകണം എന്നുള്ള രീതി എല്ലാ കാര്യങ്ങളും അവനെ പഠിപ്പിച്ച് അവനെ ഓരോ കാര്യം ഫുഡ് കഴിക്കുന്ന എല്ലാം. അപ്പൊ ശരിക്കും നമ്മൾ ക്ഷമയോടുകൂടി ഒരു നല്ല ടീച്ചർ ആയി കഴിഞ്ഞാൽ ഇനി
എത്ര ഹൈപ്പർ ആക്ടിവിറ്റി, എത്ര പിരിപിരിപ്പുള്ള ഒരു കൊച്ചാണെന്നുണ്ടെങ്കിലും ഈ ടീച്ചേഴ്സിന് ഭയങ്കര മാറ്റം ആ കൊച്ചിന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പണ്ട് ഒരു ഡിബേറ്റ് പറഞ്ഞില്ലായിരുന്നു, സ്കൂളാണോ വീടാണോ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. എന്റെ മോന് ഒരുപാട് കാര്യങ്ങൾ ആ ടീച്ചറിന്റെ അടുത്ത് ചെന്നതിന് ശേഷം, ഒരു അത്രയൊരു ഇതില്ലാത്ത ടീച്ചർ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കിട്ടണമെന്നില്ല. പക്ഷെ ആ ടീച്ചറിന്റെ അടുത്ത് പോയി ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ, അപ്പൊ ടീച്ചർ ഓരോന്നിങ്ങനെ അവനെ പഠിപ്പിച്ചു കൊടുക്കണ്ട, ഇങ്ങനെ ബാക്കി കുഞ്ഞുങ്ങൾ പോകുന്നതിന്റെ കൂടത്തിൽ പോകണം. അപ്പൊ അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻസ് വന്നപ്പം എന്റെ മോന് ഒരുപാട് ചേഞ്ചസ് ആയി. ഇപ്പൊ സ്കൂളിൽ പോയി 1ാം ക്ലാസ്സിൽ പഠിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മിഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞപ്പം മലയാളത്തിന് മാത്രമാണ് ഇച്ചിരി മാർക്ക് കുറവ്, 20 മാർക്കുകൾ 25, ബാക്കി എല്ലാത്തിനും 24, 23 ആ റേഞ്ചിലുണ്ട്. അത്രയൊക്കെ ആക്കി തന്നതിന്റെ ഒരു ബേസിക് കാരണം ആ ടീച്ചറാ. ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ ടീച്ചറിന്റെ എഫേർട്ട് എന്ന് പറഞ്ഞാല്. രശ്മി പറഞ്ഞ ശരി തന്നെയാണ്. ടീച്ചർമാരാണ് കൂടുതലും കുട്ടികളെ, എന്ന് വെച്ചാൽ എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരാണ് പറഞ്ഞ് അവര് നല്ല വഴിക്ക് വിടണതും. അപ്പൊ ആവണം, അല്ലാതെ വെറുതെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. ക്ഷമ വേണം, കുട്ടികളുടെ അടുത്ത് പെരുമാറാനായിട്ട് ഒരുപാട് ക്ഷമ വേണം. താങ്ക് യു. നമ്മളിപ്പോ മോണ്ടിസോറി പഠിപ്പിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കുഞ്ഞി പ്രായത്തിലുള്ള 5 വയസ്സുള്ള കുട്ടികളാണല്ലോ. അപ്പൊ അവരെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാല് ചിലപ്പോ പണ്ടത്തെ തലമുറ നമ്മൾ പറയുന്നത് കേൾക്കുമായിരുന്നു. ഇപ്പൊ എന്താണ്, ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തറക്കുത്തരമായിട്ട് പറയുന്ന കുട്ടികളാണ് കൂടുതലും ഇപ്പോഴത്തെ തലമുറയിലുള്ളത്. അപ്പൊ അവരെയൊക്കെ അടക്കിയിരുത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ക്ലാസ്സിലാണെങ്കിൽ പണ്ടൊക്കെ ചിലപ്പോ കുറച്ച് കുട്ടികളോ 10ഓ 20ഓ അല്ലെ അങ്ങനെയുള്ള കുട്ടികളായിരിക്കും. ഇത്രയും ഇപ്പോഴത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എന്താ 40 എന്റെ മോളുടെ ക്ലാസ്സിലൊക്കെ 40 സ്റ്റുഡൻസ് ഉണ്ട് സ്ട്രെങ്ത്. അപ്പൊ ഒറ്റകളെയൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ അടക്കിയിരുത്താനായിട്ട് 40 സ്റ്റുഡൻസിനെയും ഒരുപോലെ ഇങ്ങനെ അടക്കിയിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ. പിന്നെ ഇപ്പൊ വടിയെടുക്കാൻ പാടില്ല. അപ്പോ ചിലപ്പോ നമ്മൾ ക്ഷമ വിട്ടു പോകുമ്പോ ചിലപ്പോ വടിയെടുത്തൊന്ന് കാണിക്കും അല്ലെ. അപ്പോ അങ്ങനെയുള്ള എന്താണ് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അടക്കിയിരുത്താനും ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൾക്ക് ചില ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില കളികള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാനായിട്ടും നല്ല രീതിയിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ടീച്ചേഴ്സ് ആകുമ്പോൾ ഓരോ സ്കൂളിലൊക്കെ കയറുമ്പോൾ, കോഴ്സ് കഴിയുമ്പോൾ കയറുമ്പോൾ ഓരോ ആക്ടിവിറ്റിയിലൂടെയും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ലെക്ചർ മെത്തേഡ് വഴി പഠിപ്പിക്കാതെ ഓരോ കാര്യങ്ങളും ആക്ടിവിറ്റിയിലൂടെ ചെയ്ത് പഠിക്കാനായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ കൊടുത്ത് ക്ഷമയോടുകൂടി അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറാവുക. അതുപോലെ തന്നെ എന്താണ് ഓരോ കുഞ്ഞുങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുക. ചിലപ്പോ വീട്ടിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഭയങ്കര അല്ലെ ഡള്ളായിട്ടിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പിന്നോക്കം പോവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ. നെക്സ്റ്റ് ആരാ പറഞ്ഞോളൂ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരാള് നവമി പറഞ്ഞ നെക്സ്റ്റ്. ഞാനിവിടെ ട്രെയിനിങ് കയറിയിട്ടുള്ള സ്കൂളില് ഇവിടെ സ്പെഷ്യൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, OCD ഉള്ള കുട്ടികളുണ്ട്, സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികളുണ്ട്, അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞു മെയിൻലി ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം എല്ലാവരും പാരന്റ്സ് എല്ലാവരും വർക്ക് ചെയ്യണവരാണ്. അപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ആണ് നോക്കണേ. അപ്പൊ അവർക്ക് നോക്കാനുള്ള എളുപ്പത്തിന് മൊബൈൽ ഫോൺ കൊടുക്കും. അപ്പൊ അവർക്ക് സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ സ്പീച്ച് ഡിലേ വന്നിട്ടുള്ള കുട്ടികളും പിന്നെ അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾ എന്താന്ന് പറയാൻ പറ്റാത്ത കുട്ടികളാണ്. അപ്പോ ഇവിടെ ഒരു കുട്ടിക്ക് 3 വയസ്സ് ആയി അവന്. പക്ഷെ ഇതുവരെ അവൻ സംസാരിച്ചിട്ടില്ല. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. അവന്റെ ആവശ്യങ്ങൾ പോലും അവൻ പറയില്ല. അതുപോലെ ഇപ്പൊ ഈ 3 വയസ്സിനിടയ്ക്ക് ഒരിക്കൽ പോലും അവന്റെ അമ്മയായിട്ട് അവനൊരു ഐ കോണ്ടാക്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അപ്പൊ ഇവിടെ വന്ന് എനിക്കറിയില്ല, ഇവിടെ വന്നിട്ട് എനിക്ക് അവനോട് പ്രത്യേക ഒരു അടുപ്പായിരുന്നു. അപ്പോ ഞാനിവിടെ ജൂൺ 8-ാം തീയതിയാണ് ഞാനിവിടെ കയറിയത്. അപ്പോ അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ ഇവനുമായിട്ട് ഐ കോണ്ടാക്ട് വന്നു എനിക്ക്. ഇവൻ അങ്ങനെ മുഖത്ത് നോക്കുകയും നമ്മളോട് എന്തെങ്കിലും പറയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അവന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ എപ്പോഴും അവനോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഒരു ദിവസം അവൻ എന്റെ കൈ പിടിച്ചിട്ട് എന്നെ വലിച്ചുകൊണ്ട് പോയി. അവന് വെള്ളം വേണമായിരുന്നു.
അപ്പൊ അന്നാണ് അവൻ ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും ഒരു ഐ കോണ്ടാക്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ പാരന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട് സംസാരിക്കാനൊക്കെ. നല്ല മാറ്റമുണ്ട്. അവർ കുറെ കരഞ്ഞു, കാരണം ആദ്യമായിട്ടാണ് അവരുടെ മോൻ അവന്റെ മുഖത്തേക്ക് നോക്കണത്, മുഖത്തേക്ക് നോക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. എനിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം കേട്ടിട്ട് ആദ്യം 3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് മാറില്ല ആള്. എപ്പോഴും ഇങ്ങനെ കൈപിടിച്ച് നിൽക്കും. അവനിപ്പോ വെള്ളം വേണമെങ്കിൽ അവൻ പറയും. ഇങ്ങനെ ആക്ഷൻ മാത്രമേ ഉള്ളൂ, സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്, അല്ലാതെ ഇങ്ങനെ വേർഡ്സ് ആയിട്ട് പുറത്തേക്ക് വരില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ അവന്റെ ആവശ്യം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പൊ നന്നായി ഐ കോണ്ടാക്ട് വരും. ചില സമയത്ത് നമ്മൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരും. അപ്പൊ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത്. എന്താ പറയാ, നമുക്ക് ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു വല്ലാത്തൊരു നിമിഷം എന്നൊക്കെ പറയണെങ്കിൽ, ഒരു മൊമെന്റ് എന്നൊക്കെ പറയണെങ്കിൽ പറയാൻ പറ്റുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് നല്ല സ്നേഹമായിരിക്കും. ഇത്തിരി വലിയ മുതിർന്ന കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണുമ്പോൾ ഒരു സ്നേഹം ഉണ്ടാവും. പക്ഷെ എന്നാലും കുഞ്ഞു കുട്ടികളുടെ പോലെ ഉണ്ടാവില്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, അവര് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, ആ മിസ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വീട്ടിൽ വന്നൊക്കെ പറയണതാണ്. അപ്പൊ കുഞ്ഞു കുട്ടികൾക്കായിരിക്കും അവരുടെ ഫേവറേറ്റ് മിസ്സുമാരെയൊക്കെ പറയാനായിട്ടും അതുപോലെ സ്നേഹം കൂടുതൽ കാണിക്കുന്നതും കുഞ്ഞു കുട്ടികളായിരിക്കും. ഓക്കെ, നന്നായി പ്രകടിപ്പിക്കും അവര്. പക്ഷെ എന്റെ പ്രശ്നം ചുമ്മാ വയ്ക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. പിന്നെ കോമ്പറ്റീഷൻ ആണ്. ഒരാൾ ഉമ്മ വെച്ചാൽ പിന്നെ അടുത്ത ആൾക്ക് വെക്കണം. അപ്പൊ കിട്ടിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ നവമി? അതെ, മുടി കെട്ടിത്തരല് ഭയങ്കര. ഞാൻ ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യണതാ. അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ എന്റെ തുടച്ചാലൊന്നും പെട്ടെന്ന് പോകുന്നതല്ല ലിപ് ഷെയ്ഡ്. ഇങ്ങനെ തൊട്ടാലൊന്നും വരില്ല. പക്ഷെ ഇവർക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വന്ന് എന്റെ ചുണ്ടുമ്പോ നിർത്തിട്ട് അവരുടെ ചുണ്ടുമ്പോ തയ്ക്കണം. പിന്നെ എന്റെ മുടി നല്ല ലോങ് ഹെയർ ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഞാനത് കട്ട് ചെയ്തു, കാരണം പിടിച്ച് വലിച്ച് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഷോർട്ട് ഹെയർ ആക്കി. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് അഴിച്ച് പിന്നെ അവർക്ക് കെട്ടണം, മുടി കെട്ടിത്തരണം. ഭയങ്കര രസാണ്. ഓക്കെ, സുമയ്യ. മിസ്, ഞാന് ഓട്ടിസം സെന്ററിൽ വർക്ക് ചെയ്തിരുന്നേ 4 വർഷം 1 മാസത്തോളം വർക്ക് ചെയ്തു. അപ്പൊ ഈ സ്പെഷ്യൽ കിഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതാ, ഇപ്പൊ കുട്ടികള് ക്ലാസ്സിൽ ഇരിക്കണില്ല, ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണണമെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവർ ഐക്യു ടെസ്റ്റ് ചെയ്യുക എന്തോരം ഉണ്ടെന്നുള്ളത്. എന്നിട്ട് അവറ്റങ്ങളെ വിലയിരുത്തലാണ് ഏറ്റവും നല്ല ഒരു കാര്യം. പേരൻസ് അക്സെപ്റ്റ് ചെയ്യൂല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ADHD ഉള്ള പിള്ളേരാണ് ഇങ്ങനെ ഒരിക്കലിരിക്കാത്തതും മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നതൊക്കെ. അപ്പൊ നേരത്തെ തന്നെ അതിനൊരു ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നല്ലൊരു മാറ്റം വരും. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, അങ്ങനെ കുറെ കാര്യങ്ങൾ. മെഡിസിൻ വേണ്ട കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കുക തന്നെ വേണം. അതായത് ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങളുടെ ഒരു ഇതുകൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ സൈക്യാട്രീനെയും കാണിക്കണം, സൈക്കോളജിസ്റ്റിനെയും കാണിക്കണം. പക്ഷെ പേരൻസ് അതിന് വില്ലിങ് ആവണം എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ എൻ്റെ മോനും MRN വയ്യാത്ത കുട്ടിയാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം അതിനെ കുറിച്ച് എന്താണെന്നുള്ളത്. അപ്പൊ പേരൻസിന്റെ ഭാഗത്ത് നല്ല ട്രെയിനിങ്ങും അതോടൊപ്പം ട്രീറ്റ്മെന്റും അതോടൊപ്പം വേണം. പല അസുഖങ്ങളും വേറെ ഉണ്ടാവും ആ കുട്ടികൾക്ക്. അപ്പൊ അതും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റും കാണിക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി അവറ്റങ്ങളോട് അടുത്ത് കഴിഞ്ഞാൽ നല്ല സ്നേഹമുള്ള മക്കൾ തന്നെയാണ്. അവർക്കും അവരുടേതായ ഒരു ബുദ്ധിയും ഇതൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവര് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അവരോട് അടുത്ത് കഴിയുമ്പോഴാണ് അവര് അങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത്രയും സ്നേഹമുള്ള മക്കളാണ്. പല പേരൻസിനും അതെങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അവർക്കൊരു നാണക്കേട് പോലെയൊക്കെയാണ്. പക്ഷെ അത് പിന്നീട് കുട്ടി വലിയതാവുമ്പോ ആ കുട്ടീനോട് ചെയ്യണ ഭയങ്കര ദ്രോഹമായിരിക്കുള്ളൂ അത് അക്സെപ്റ്റ് ചെയ്യാത്തത്. ഇപ്പോഴേ അതിനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ശരിക്കും അത് ഒരു ഏജ് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ആ കുട്ടിക്ക് ഒരു മാറ്റം വരില്ല.
അപ്പൊ ഇത്ര വയസ്സിനുള്ളിൽ ഡെവലപ്മെന്റ് വരും എന്നുള്ളതുണ്ട്. അപ്പൊ തെറാപ്പികൾ കൊടുക്കാം. അതേപോലെ തന്നെ മെഡിസിൻ വേണ്ട കൊടുത്ത് ചെറിയ ഡോസിൽ കൊടുത്തു കഴിയുമ്പോൾ അത് പിന്നെ അത് സ്റ്റോപ്പ് നിർത്തുകയും ചെയ്യാത് കുറച്ച് നാൾ കഴിയുമ്പോൾ. എന്നാൽ ആ ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ ആയാലും മര്യാദക്ക് ആ കുട്ടീനെ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അത് അവരെന്നെ പറയും. നല്ല ഹൈപ്പറുള്ള കുട്ടിക്ക് എന്തായാലും മെഡിസിൻ അത്യാവശ്യമുണ്ട്. എന്നാലും അവര് അടങ്ങിയിരുന്ന് ആ കുട്ടി അതിനുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റുമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അത് ആ കുട്ടി അടങ്ങി ഇരുന്ന് അത് ചെയ്ത് കിട്ടണം. ഒരുപാട് ടൈം എടുക്കും ഡെവലപ്മെന്റ് വരാനായിട്ട്. ഇവിടെ ഉണ്ട് അങ്ങനെ ഭയങ്കര ഓട്ടിസ്റ്റിക് ആണെന്ന് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവന്റെ സിംറ്റംസും പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഉള്ള കുട്ടികൾ. പക്ഷെ പാരന്റ്സിന്റെ അടുത്ത് ഇവിടെ മാം കുറെ സംസാരിച്ചു. പക്ഷെ അവര് അത് കെയർ ചെയ്യാനോ ഒന്നും തയ്യാറല്ല. ഇതുവരെ അതിനെ തെറാപ്പിക്കൊന്നും കൊണ്ടുപോകുന്നില്ല, ഡോക്ടേഴ്സിനെ കാണിക്കുന്നില്ല. നമ്മൾ എന്നിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്നിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പോലും യാതൊരു വിധ റെസ്പോൺസും അവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ കുട്ടി ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർ ഉപദ്രവിക്കും. അതുപോലെ അവന്റെ തല തന്നെ ചുമരുമയും താഴേക്ക് ഇട്ടിട്ട് അടിക്കും. പിന്നെ അവൻ തന്നെ അവനെ തന്നെ കടിക്കുക. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അവന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം. കാരണം എപ്പോഴാ ആളുടെ ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് ആൾക്ക്. പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ചിലപ്പോൾ പിന്നെ കാണും ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഭയങ്കര അങ്ങനെ മൂഡ്സ് അവന്റെ മാറിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ എന്നിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പോലും പാരന്റ്സിന് അതിന്റെ ഒരു സീരിയസ്നെസ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴേ 3 വയസ്സാണ്. ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തെറാപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആവും. പക്ഷെ ഇനി കൂടുതൽ മുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വയസ്സ് കൂടുമ്പോൾ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെ കൂടിയിട്ട് ആ കുട്ടി ഏത് അവസ്ഥയിലാവും എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഫാമിലിയുടെ ഭാഗത്ത് യാതൊരു സപ്പോർട്ടും ഇല്ല. പാരന്റ്സിന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാണ്. നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവന്റെ അപ്പയും അമ്മയും ഡോക്ടേഴ്സാണ്. ഓ, എന്നിട്ടാണല്ലോ ഇങ്ങനെ. അതെ അതെ. മിസ് ഇവിടെ എന്റെ മോൻ UKG പഠിച്ചെടുത്ത് ഇതുപോലെ 2 ഡോക്ടേഴ്സിന്റെ ഒരു മോൻ ഉണ്ടായിരുന്നു. ആ കുട്ടി പക്ഷെ MR ആണ്, ഓട്ടിസ്റ്റിക് അല്ല. അച്ഛൻ ഇതുപോലെ ഓർത്തോ സർജനും അമ്മ ഗൈനക്കോളജിസ്റ്റും. അവർക്ക് ശരിക്കും അത്രയും വിവരമുള്ള 2 ഡോക്ടേഴ്സിന്റെ മോൻ. അവർക്ക് നാണക്കേടാ അവരുടെ മോൻ ഇങ്ങനെയാണെന്ന് പറയാനായിട്ട്. അപ്പൊ ആ മോനെ സ്കൂളിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വിടത്തില്ല, പുറത്തോട്ട് കൊണ്ടുപോകത്തില്ല. അവർക്ക് കുഞ്ഞിന് ഇങ്ങനെ ആണെന്നുള്ളത് പറയാൻ അവർക്ക് ശരിക്കും ആ കുഞ്ഞ് അങ്ങനെ ആയത് അവന്റെ തെറ്റല്ലല്ലോ. അപ്പൊ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് അവനെ എങ്ങും കൊണ്ടുപോകാതെ അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിനെ കാണിക്കാതെ അവന് ആവശ്യമുള്ള തെറാപ്പി കൊടുക്കാതെ ഇങ്ങനെ ഇത് വെച്ചേക്കുന്നുള്ളത്. അവനോട് ചെയ്യുന്നവരെ ഏറ്റവും വലിയ പാവമാണ് അവര്. കുറച്ച് നാൾ കഴിയുമ്പം ഈ പറഞ്ഞ പോലെ ഒരു 8 വയസ്സ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ്. ഇപ്പൊ ശരിക്കും ഈ ഓട്ടിസം അല്ലെങ്കിൽ അതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും നമുക്ക് അതൊക്കെ സപ്രസ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും കുഞ്ഞുങ്ങളെ. എത്രയോ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഓട്ടിസം ഉള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ഓട്ടിസം ആണെന്നാ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഈ പേരൻസ് ഇപ്പൊ നവമി പറഞ്ഞതുപോലെ ആണെന്നുണ്ടെങ്കിൽ, നേരത്തെ സുമയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും മടിയാ നമ്മുടെ കൊച്ചിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തൊരു നാണക്കേടാ അങ്ങനെ ഒരു ചിന്താഗതി. ഇപ്പൊ തന്നെ ഞങ്ങളുടെ മോൻ ഇങ്ങനെ ഒരു ഡെവലപ്മെന്റൽ ഡിലേ വന്നു. ദൈവം സഹായിച്ച് വേറൊന്നിലേക്ക് അവൻ പോയില്ല. വേറെ എന്തിനൊക്കെ ഒരുപാട് പേരൻസിനെ എനിക്കറിയാം അങ്ങനെ ബുദ്ധിമുട്ടുന്ന. അത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോയില്ല. എങ്കിൽ പോലും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് അന്ന് ഞങ്ങള് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കാണിച്ചത്. ഇവിടെയൊക്കെ എനിക്ക് അന്ന് പക്ഷേ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്, നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആസ്റ്ററിലാണ് ആദ്യമായിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നത് കൊച്ചിയിൽ. അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഈ പറഞ്ഞ പോലെ മൊബൈൽ ഒരു ഫാക്ടർ ആയിരുന്നു. അന്ന് കോവിഡിന്റെ ലോക്ക്ഡൌണിലെ സമയത്ത് ഞാൻ അവനെ ഫോൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ഫാക്ടറാണ് ഇവന് ഈ സ്പീച്ച് ഡിലേ വരാൻ. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൃത്യസമയത്ത് തന്നെ നമ്മളത് തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയത് കൊണ്ട് ഒരു പരിധിവരെ എൻ്റെ മോൻ അതിൽ നിന്ന് ഓവർകം ചെയ്ത് അവൻ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ കൊച്ചിനെ പുറത്തോട്ട് ഇറക്കത്തില്ല, ഒരു ഫംഗ്ഷന് കൊണ്ടുപോകത്തില്ല, ഒരു വെളിയിലോട്ട് കൊണ്ടുപോകത്തില്ല, ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേട്, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരണം കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ
വിഷയം എന്തായിരുന്നു? അബൌട്ട് യുവർ ഡ്രീം ആയിരുന്നു അല്ലെ? പിന്നീട് കുഞ്ഞുങ്ങളിലേക്ക് വന്നു അല്ലെ? ഓക്കെ, അപ്പോ അഭിരാമി അതുപോലെ വിദ്യ, നിങ്ങൾക്കുള്ള സെമിനാർ ടോപ്പിക് തരാം. 9th യൂണിറ്റ് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിങ്. അതിൽ സൂപ്പർവൈസിങ്, ടെക്നിക്സ് ഓഫ് സൂപ്പർവൈസിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവൈസിങ് വരെ അഭിരാമി എടുക്കാം. ഓക്കെ ആണോ? 3 പോർഷൻ ആണ്. സൂപ്പർവൈസിങ്, ടെക്നിക്സ് ഓഫ് സൂപ്പർവൈസിങ് വിഷൻ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ, അതുവരെ അഭിരാമി എടുക്കാം. നെക്സ്റ്റ് ഉള്ള പോർഷൻസ് സൂപ്പർവൈസറി ഫംഗ്ഷൻ, പ്രിൻസിപ്പിൾസ്, റിപ്പോർട്ടിംഗ് വരെ വിദ്യ എടുക്കാം. ഓക്കെ, ഇനി ഞാൻ മറ്റേ ജാപ്പനീസ് നവമി എടുത്ത പോർഷന്റെ നോട്ട് ഞാൻ മിസ് തരാം കേട്ടോ. മിസ് തരാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. മാം ഞാൻ അതിൽ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് നോട്ട് മിസ് തരാം കേട്ടോ. ജസ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് നോട്ട് തരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ചൊവ്വാഴ്ച ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒരുങ്ങി വരാം. അടുത്ത ചൊവ്വാഴ്ച മിസ്സായിരിക്കും. അതുപോലെ തന്നെ എല്ലാ മിസ്മാരും ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പൊ നന്നായിട്ട് ചെയ്യാം പരിപാടിയൊക്കെ. ഓക്കെ, താങ്ക് യു. Thank you, Miss. ഓണം വെക്കേഷൻ ഉണ്ടോ മിസ്സേ? വെക്കേഷൻ ഉണ്ടാവും. Thank you, Miss.